മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷനിലെ റണ്ണറപ്പായ ശ്രീമാൻ ഷിബു, അദ്ദേഹമാണ് ഇവിടെ ഇങ്ങനെ ഒരു ജിംനേഷ്യം ആരംഭിക്കുന്നത്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. ഒപ്പം തന്നെ നമ്മുടെ നാടിന്റെ അഭിമാനവും ഞങ്ങൾ ചെന്ന് വിളിച്ചപ്പോൾ തന്നെ വേറെ ഒരു പണിയുമില്ല, വരാം എന്ന് തുറന്ന് സമ്മതിച്ച പ്രിയങ്കരനായ MLA ശ്രീമാൻ കലേഷിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഇനി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഏതു പാതിരാത്രി ചെന്ന് എന്താവശ്യം പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ സാധിച്ചു തരുന്ന ഒരു വനിത. ഏത് വർഷം മിസ്റ്റർ ഇന്ത്യ ആയത്? 2002. അന്നോട്ട് ഇങ്ങനെ തന്നെ. അതെ. ഒരു മുണ്ടുടുക്കുന്നതിനെ പറ്റി ഇല്ല. 9ാം വാർഡ് മെമ്പർ, ഈ നാടിന്റെ പൊതു സ്വത്ത് മായാ ബേബിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആലുവ ജിൻഡോയെ ഞാൻ ക്ഷണിച്ചോളൂ. ആലുവയുടെ അർണോൾഡ് എന്നറിയപ്പെടുന്ന ജിൻഡോ പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച നാടോടി നൃത്ത മത്സരത്തിൽ A ഗ്രേഡ് വാങ്ങിച്ച ഒരു കലാകാരൻ കൂടിയാണ്. രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ MLA ക്ഷണിച്ചോളൂ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എനിക്ക് നൽകി വരുന്ന സ്നേഹത്തിന് ആദ്യം തന്നെ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ ഒന്നാണ് ശക്തി, അല്ലെങ്കിൽ ആരോഗ്യം. എന്താ അവന്റെ ഒരു ബോഡി? കഴിഞ്ഞ ജീവിതശൈലി എന്ത് ബോഡി? എടാ, അവനും ഞാനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അവൻ ഷഡ്ഡി ഇട്ടിട്ടുണ്ട്, മുണ്ടെടുത്തിട്ടില്ല. ഞാൻ മുണ്ടെടുത്തിട്ടുണ്ട്, ഷഡ്ഡി ഇട്ടിട്ടില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തിയുടെ പര്യായമായ ആന അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ അനുവാദത്തോടെ ഞാനിത് ഉദ്ഘാടനം. അത് മോണില്ല, ഇവിടെ കിഴക്കെവിടെ? അല്ല, എന്തിനാ കിഴക്ക് യൂസ്? അത് ഈ വിളക്കിന്റെ തിരി കത്തിക്കാൻ. അയ്യോ, തിരി കത്തിച്ചിട്ടല്ല ഉദ്ഘാടനം. പിന്നെ ദാ സാധനം കണ്ടോ, അതിങ്ങനെ മാറോട് വലിച്ചു പിടിച്ച് ഉദ്ഘാടനം ചെയ്യണം. സിമ്പിൾ ആയിട്ട് മാറോട് അടുപ്പിച്ചാൽ മതി. അങ്ങനെ അങ്ങനെ MLA സാറിന് ഞങ്ങളുടെ വക ഒരു ചെറിയ സ്നേഹോപഹാരം. ആയിക്കോട്ടെ, വാങ്ങിച്ചോളൂ. നിങ്ങളിത് വാങ്ങിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. വാങ്ങിക്കുകയാണെ ഞാൻ പറയുന്ന പൈസ തരണം. ചേച്ചി, ഒരു ബിസിനസ് ആവുമ്പോ ബിസിനസ് ഒന്നും എന്നെ പഠിപ്പിക്കണ്ട. ഒരു 1.5 ഈ കച്ചവടം നടക്കത്തില്ല. പലരും വന്ന് കണ്ട് വില പറഞ്ഞതാ. എല്ലാത്തിനും ഒരു മോഹവിലയുണ്ടല്ലോ. ഫൈനൽ വില 1.60. ഇതൊക്കെ ആണെങ്കിൽ പറ. ചേച്ചി ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട്. നടക്കുന്നെങ്കിൽ ഈ കച്ചവടം നടക്കട്ടെ എന്ന് കരുതിയാ. നിങ്ങൾക്കിത് കൂടുതൽ ലാഭത്തിന് മറിച്ച് വിൽക്കാനല്ലേ? വക്ക് പൊട്ടിയ ബീറിന്റെ കുപ്പിക്ക് 1.5 രൂപയിൽ കൂടുതൽ തരാൻ പറ്റില്ല. സ്ഥിരം വന്നോണ്ടിരുന്ന തമിഴനെ 1 രൂപ 80 പൈസ വെച്ച് തന്നോണ്ടിരുന്നതാ. ഒരു ദിവസം ഒരു കാര്യവും ഇല്ലാതെ വെറും 25 പൈസയ്ക്ക് വേണ്ടി എന്നോട് കിടന്ന് തർക്കിച്ചു. ഇനിയാണ് നീ ശ്രദ്ധിക്കേണ്ടത്. അയ്യോ, ചാക്ക് കെട്ടെടുത്ത് തലയെ വെച്ച് റോഡ് ക്രോസ് ചെയ്തതാ പാവം. ഒരു ടിപ്പർ ലോറി. അയ്യോ, അതിമോഹത്തിന്റെ. ഇനി നീ ഒരു വില പറ. 1.5 തന്നെ. എന്നാ കുപ്പി എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്ക്. പത്രത്തിന് എന്ത് തരുമെന്ന് പറ. നോക്കട്ടെ. കള്ളത്രാസാണോടോ? ഈ പത്രം വിറ്റാലൊന്നും ഒന്നും കിട്ടില്ല അമ്മച്ചി. കോട്ടയത്തൊരു മാമൻ മാപ്പിളെ കേട്ടിട്ടുണ്ടോ? അങ്ങേര് പത്രം വിറ്റാ ഈ കാണുന്ന സാമ്രാജ്യം മുഴുവനും ഉണ്ടാക്കിയത്. ചുരിദാർ ഷേപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് ആഴ്ച 3 ആയി.
ഇന്ന് അവിടെ ചെന്നിട്ടും അവൾ അതിൽ തൊട്ടിട്ടില്ല. ഞാൻ പിന്നെ അവിടെ നിന്ന് തയ്പ്പിച്ചങ്ങ് വാങ്ങിച്ചു. എത്ര അളവിനുള്ളത് കിട്ടിയാലും പിന്നെ ഷേപ്പ് ചെയ്തെങ്കിലല്ലേ നിനക്ക് തൃപ്തിയാകൂ. അത് ശരിയാ, ഷേപ്പ് ചെയ്യണം, എന്നാലേ കാണാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അമ്പിച്ചിക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടാ. ചേച്ചിയുടെ പേരെന്താ? ചിത്ര. പാടുവോ? ഇല്ല. അതായത് ചേച്ചി പോലെ മെലിഞ്ഞ് ഉയരുള്ളവർക്ക് ബോഡി ഫിറ്റ് ചുരിദാറാണ് മാച്ച്. സാരി ആണെങ്കിൽ കിടക്കും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി ഒരു 30 എടുത്തോട്ടെ. 35 കൊടുത്തേക്കമ്മേ. ഏയ്, എന്താണോ ഇത്? ഇതൊന്നും ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. താനങ്ങ് മാറിക്കേ. അത് തന്നെ മാറിക്കേ. മാറിക്കേ മാറിക്കേ. ആ സാറ് വാ, കേറ്. സാറുമാര് വന്നാട്ടെ. കേറിക്കൊന്നേ. ഗുഡ് ആഫ്റ്റർനൂൺ. തണുപ്പ് ലേശം കൂട്ടിയിട്ടേ കിട്ടോ. മാക്സിമത്തിലാ. ഇതാണ് ഈപ്പച്ച മുതലാളി. അപ്പനപ്പന്മാരായിട്ട് മരത്തിന്റെ ബിസിനസ്സാ. പിന്നെ പുള്ളിക്കാരൻ ഇച്ചിരി റിയൽ എസ്റ്റേറ്റും വണ്ടിക്കച്ചവടമുണ്ട്. നിങ്ങളുടെ കൈവശം സ്കൂളല്ലേ ഉള്ളത്? അപ്പൊ ഡീൽ എങ്ങനെയാ? എടത്തലക്കാട് 90 സെന്റ് സ്ഥലവും സ്കൂളും. സ്കൂളിന്റെ കെട്ടറെന്നൊക്കെ പറഞ്ഞ 10-60 കൊല്ലത്തെ പഴക്കമുള്ളതാ. പഴക്കമോ? അല്ല, അത് കൂട്ടണ്ട. സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നേ. ടിക്കറ്റ് 3 കാരിക്കോട്. പഴയ സ്കൂളെന്ന് പറയുമ്പോൾ പിള്ളേരിലും പഠിപ്പില്ലെങ്കിലും വിൽക്കാൻ ചെല്ലുമ്പോൾ നാട്ടുകാരെ ഇടപെടും. ആണോ? നമുക്ക് സംസാരിക്കാം. എന്തേ ഒരു സംശയം? അല്ല, ഇതൊരു സ്കൂളാണല്ലോ. അപ്പൊ എത്ര കുറവിൽ കിട്ടിയെന്ന് പറഞ്ഞാലും തലേന്ന് പോകൂല. വിൽക്കാൻ ഭയങ്കര പാടായിരിക്കുന്ന സാറ് പറഞ്ഞു തന്നെ. അതെ അതെ. സാറ് ചായ കുടിച്ചായിരുന്നോ? ഇല്ല. കാരിക്കോട് 3 പെരുവ. ലക്ഷം രൂപയ്ക്ക് സ്കൂൾ വാങ്ങിക്കാന്നൊക്കെ പറയുമ്പോ മുതലാളിക്ക് ഒറ്റക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല പറയുന്നത്. പാർട്ട്നേഴ്സാണൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. വല്ല തോട്ടം എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഈ വിലക്ക് കണ്ണുടച്ച് നോക്കാമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ബ്രോക്കറല്ല, എനിക്ക് വേറെ ബിസിനസ്സാ. അല്ല, അവർക്ക് ബ്രോക്കർമാർ വേണ്ട. അതല്ലേ ഞാൻ സായിപ്പാണ് കാലേ ചവിട്ടിയ നല്ല വേദന. കുറച്ച് വേദനയൊക്കെ സഹിക്കും മുതലാളി. അതേ, ഈ സ്കൂൾ നടത്തുന്ന കമ്പനിക്കാർക്ക് ഇപ്പൊ വേറെയും കോളേജുകളുണ്ട്. ഈ എഞ്ചിനീയറിംഗ് കോളേജ്, പല്ലിന്റെ കോളേജ്, അങ്ങനെ പലതും ഉണ്ട്. അവരുടെ ഒരു ലേഡീസ് ഹോസ്റ്റലില് 2 ലാബറോറിനെ കൊടുക്കാൻ പോയപ്പോ അവരെന്നോട് പറഞ്ഞതാ, ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിപ്പോകാൻ. എനിക്ക് പട്ടിയുടെ കച്ചവടം ഉണ്ട്. പെരുവിറങ്ങാനുള്ളവർക്കൊന്ന് ഇറങ്ങിക്കേ. 3 വെള്ളൂര്. ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഇവിടം വരെ വന്നത്. 10 പൈസയുടെ ബുദ്ധി ആവശ്യമില്ലാത്ത പട്ടിക്കച്ചവടക്കാരായിട്ട് റിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കാനല്ല കേട്ടോ സാറേ. അടുത്ത 3 കൊല്ലത്തിനുള്ളിൽ 4 ടീച്ചർമാരാണ് അവിടെ റിട്ടയർ ആവാൻ പോണേ. പുതിയതായിട്ട് നിയമിക്കാൻ പോണ ടീച്ചർക്ക് ഒരാൾക്ക് 35 ലക്ഷം രൂപ വെച്ച് മാനേജ്മെന്റിന് മേടിക്കാം. സ്കൂള് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരാൾക്ക് 35 വെച്ച് 4 പേർക്ക് 1,40 ലക്ഷം രൂപ മേടിച്ചൂടെ? ഇപ്പം മുടക്കണത് 90 ലക്ഷം രൂപ. ലാഭല്ലേ? ഈ കച്ചവടം നടന്ന അവരൊരു പട്ടിയും കൂടി മേടിക്കാന്ന് പറഞ്ഞിട്ടേ. ഇറങ്ങുന്നില്ലേ? 3 വെള്ളൂര്. ഇത് വെള്ളൂരാ, വേഗം ഇറങ്ങിക്കേ. നമുക്ക് കാരിക്കോട് പെരുവഴി ഒന്നുകൂടി കറങ്ങി വന്നാലോ? ഈ കച്ചവടം നടക്കാനുള്ള സാധ്യതയുണ്ട്. തന്റെ കച്ചവടം ഈ ബസ്സിൽ നടക്കില്ല. താനൊക്കെ വല്ല ഹോട്ടലിൽ പോയി റൂം എടുക്കണോ? വെറുതെ മനുഷ്യന് പണിയുണ്ടാക്കാനായിട്ട്. ഇതൊക്കെ പതിവല്ലേ, അടുത്ത ബസ് വരുന്നേ. ഇതിനൊക്കെ പൈസ കൂടുതലാവേ. പൈസ ഒന്നൊരു വിഷയാക്കണ്ട ചേട്ടാ. ധീരതയോടെ നയിച്ചോളൂ. അച്ഛൻ 3 തവണ നോമിനേഷൻ കൊടുക്കുമ്പോഴും ഉദയേട്ടൻ കൂടെ ഉണ്ടായിരുന്നു. മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഉദയേട്ടൻ അനുഗ്രഹിക്കണം. കൊടുക്കുക സർ. 30,000 രൂപയും കല്യാണ മോതിരം BSA സൈക്കിളും. അതാണ് ആകെയുള്ള സമ്പാദ്യം അല്ലേ? ഇപ്പൊ താമസിക്കുന്ന വീട് നിങ്ങളുടെയാണെന്നും ബിനാമിയാണെന്നും ഒക്കെ വർത്താനമുണ്ട്. 3-4 കവർ റിബണും കത്രികയും കൂടെ ഉണ്ട്. അതുകൊണ്ട് എഴുതണോ? ഓ വേണ്ടേ. വൈഫിന്റെ പേരെന്താ? ചിത്ര. പാടുവോ? ഇല്ല. കലേഷ് സാറേ നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. ചതിക്കില്ല.
ചിരിച്ചിട്ടില്ല. All the best. എടാ ആനയാണ്. ഞാനൊട്ടിയാറില്ല. ആശാനെ എന്താടാ ഇതാ ഫീസ്. ആദ്യമായിട്ടാണ് എനിക്ക് ഒരാൾ ഫീസ് തന്നത്. അതേ ഫിലീറ്റിന്റെ ഉള്ളിൽ കൂടിയാണെങ്കിൽ ഒരുപാട് നേരം സൂര്യനെ നോക്കിയാ കണ്ണു പൂട്ടോ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ ആവുമ്പോ കിളിക്ക് വെയിലടിക്കൂല. ഇന്നാളെ എറണാകുളത്ത് എക്സിബിഷൻ വന്നൊരു സായിപ്പ് പറഞ്ഞതാ, ഇല്ല അമേരിക്കയിലെങ്ങാണ്ട് സാന്റിയാഗോ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കാഴ്ച ബംഗ്ലാവ് ഉണ്ട് അത്രേ. അത് തുടങ്ങിയിട്ട് 100 കൊല്ലായിന്ന്. നീ വലുതാവുമ്പോ അവിടെ പോണോട്ടോ. ഇപ്പൊ നീ വീട്ടിൽ പോകാൻ നോക്കണ ഇറക്കാ. ഞാൻ പോവില്ല. നിന്റെ മമ്മിയോ ഡാഡിയോ ഒന്ന് എന്നെ വഴക്കുറിയൂട്ടോ. വഴക്കൊന്നും പറയല്ലേ. എന്തേ? അവരെല്ലാവരും പാഷാള് ബുക്ക് ചെയ്യാനായിട്ട് പള്ളിയിൽ പോയേക്കുവാ. എന്താ ഇങ്ങൊന്ന് ഈ പാല് കുടിച്ചിട്ട് പോ. ഇങ്ങോട്ട് വാ. ഈ മതിലെടുത്ത് ചാടി എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ? മോനിങ് വാ. ഇല്ല. മോന്റെ ഡാഡി വരുമ്പോഴേ ഞാൻ ഉള്ള കാര്യം അങ്ങോട്ട് വിളിച്ച് പറയും. അതേ ഇനി എന്റെ പേരിൽ നീ ഉള്ള തല്ല് മേടിച്ച് കൂട്ടണ്ട. അതിന് കൊടുന്നേ, ഞാൻ കൊടുത്തോളാം. കപ്പങ്ങ് വേഗം തരണം. ഒന്ന് ഊതിക്കേ. ഒന്ന് പോയടോ. കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല. വന്നേ, 2 അടിച്ചിട്ടില്ലേ? ഇല്ല, കപ്പ അവനെ കൊടുത്തുവിട്ടാ മതി. അതേ നീ വന്നേ, നീ വന്നേ. ഈ കള്ളു കുടിക്കണ കാര്യം ഞാൻ എബ്രാം സാറിനോട് പറഞ്ഞു കൊടുക്കട്ടെ. എനിക്കിത് കിട്ടണം. തന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരാതി കടലാസിലേ ഒപ്പിടാത്ത ഒരേ ഒരാള് ഞാനാ. മേലം തുടങ്ങിയ സമയം കിട്ടണില്ല. മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി തനിക്കു നേരിട്ട പീഡന ആരോപണങ്ങളിൽ നിന്നും അതിസാഹസികനായി മുക്തനായ ബാദുഷ മൊബൈൽ ഫോൺ അടയാളത്തിൽ നിങ്ങളുടെ സമ്മതിദാന അവകാശങ്ങൾ. അപ്പൊ ഡാഡി മേടിച്ചു വെച്ചേക്കണ സാധനം ഷാമ്പൂവിന്റെ കുപ്പിക്കകത്താക്കി ഗ്യാസ് അടുപ്പിന്റെ പുറകെ കൊണ്ട് വെക്കാല്ലേ? ഇത് മമ്മിക്ക് അറിയാമോ? മമ്മിക്കറിയാം, പക്ഷെ മിണ്ടൂല. അതെന്താ? കള്ളൊടിച്ച് പൂസായ ആന്റി ഒരു ദിവസം 3 തവണ തറ ഉടക്കി. ഒരു തത്തയ്ക്ക് എന്താ വില? വില പറയാൻ പഠിക്കണ്ട. അല്ല, ഈ കടയിലുള്ള ആളല്ലേ? അതെ. എന്നാ പറ, ഒരു തത്തയ്ക്ക് എന്താ വിലയെന്ന്? അതിപ്പോ നാടൻ തത്തയാണെങ്കി അതിനിപ്പോ വളർത്താനും കൂട്ടിലിടാനും പാടില്ല. ഇതിനെന്താ വില? അത് കോക്കട്ടെ. അത് ഒറ്റയ്ക്കാണോ അല്ല പേരാണെങ്കിൽ? അല്ല, ഇതിനെന്താ വില? ഇത് ലോറി. ഇതിനൊരാള് പറഞ്ഞു വെച്ചേക്കണതാ. ഇതിനൊക്കെ എന്താ വില? ഇത് ഓസ്ട്രേലിയക്കാരനാ. ഇതിപ്പോ ഒറ്റയ്ക്കെടുക്കുമ്പോ ആറിങ്ങനെ വില ചോദിച്ചോണ്ടിരുന്ന എങ്ങനെയാന്ന്? ഇതിപ്പോ ഏതാ വേണ്ടത്? ഓടിപ്പോയി തന്റെ മകനാണോ? അല്ല. എന്താ എന്റെ മകന്റെ ഒരു ആഗ്രഹം സാധിക്കാനാണ് ഞാൻ വന്നത്. അതിനൊരു തത്ത വേണം. ഇത് മെക്കാവാ? അത് എനിക്കറിയില്ല. ഇതാണെന്നാ തോന്നുന്നേ. ഇതാ എന്റെ മോൻ. ഈ മകന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണോ തത്തയെ മേടിച്ചു കൊടുക്കണേ? എന്ത് വില വരും? 1.5 ലക്ഷം രൂപ വരും. ഞാനൊന്ന് ആലോചിക്കട്ടെ. സാർ എന്താണാവോ ആലോചിക്കുന്നത്? ഇതിപ്പോ ഫ്ലെക്സ് എത്ര അടിച്ചു? 350. ഓഹോ, അപ്പൊ പോസ്റ്ററോ? 3000. പിന്നെ ഇതുപോലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോസ്റ്ററുകൾ 12,000 പുറത്തൊട്ടിച്ചിട്ടുണ്ട്. അതിൽ ഫോട്ടോ അത്ര പോരാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ രായ്ക്ക് രാമാനം ശിവകാശിയിൽ പോയി ഇതൊക്കെ ചെയ്യിച്ചു കൊണ്ടുവന്നത്. എങ്ങനെയുണ്ട് സാറേ? ഫോട്ടോ കണ്ടിട്ട് സിനിമാ നടനാണെന്ന് എന്നോട് ചോദിച്ചത്. അഡ്വക്കേറ്റാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണുള്ളിപ്പോയി. എന്താ ഈ അസ്വ 2 കുത്ത്? ഇതിപ്പോ അയ്യോ, നമുക്കൊന്ന് മാറ്റി ഒട്ടിച്ചാലോടാ. അല്ല ഡായല്ല, നമുക്ക് സ്വാ മാറ്റിട്ട് ഡാ പ്രിന്റ് ചെയ്യാം. എന്നിട്ട് ആ ഡാ എടുത്ത് സാറിന്റെ ഫോട്ടോന്റെ അടിയിലിടാം, അല്ലെങ്കിൽ ഡായുടെ കൂടി ഇടാം. എവിടെ ഇടോന്ന് സാർ പറഞ്ഞു തന്നാ മതി. എവിടെയെങ്കിലും ഇട്, എന്നിട്ട് പ്രചാരണം ഒന്ന് ശക്തിപ്പെടുത്ത്. ഫോട്ടോ ഓക്കെയാ, അല്ലെങ്കിൽ ഗ്ലാമർ ഒരു പ്രശ്നമായേനെ. ഇതെന്താ സൗന്ദര്യ മത്സരോ? സർ അങ്ങനെ പറയരുത്. ഇവിടെ നിഷ്പക്ഷരായ കുറച്ച് സ്ത്രീകളുണ്ട്. അവർക്ക് കക്ഷിയില്ല, രാഷ്ട്രീയമില്ല. സ്ഥാനാർത്ഥികളോട് പെണ്ണുങ്ങൾക്ക് തോന്നേണ്ടത് ഒരുതരം പ്രേമമാണ്. അതെ, ഹെൽമറ്റും ഒരു കൂളിംഗ് ഗ്ലാസ് കൂടി വെച്ചാൽ ലഡ്ഡു പോലെ ഇരിക്കും. സാറേ, അത് മാത്രമല്ല, ഈ ഫോട്ടോ കൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് ഈ പെണ്ണുങ്ങളെ പിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? നീയൊക്കെ പിടിച്ചതിന്റെ കേസ് തന്നെ ആദ്യം ഒന്ന് തീരട്ടെ. വലിയ സദാചാരക്കാരൻ. ട്രെൻഡ് നമുക്ക് അനുകൂലമാണ്, പക്ഷേ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകണം. അതിനൂതനവും ഇതുവരെ ആരും തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചിട്ടില്ലാത്തതുമായ ഒരു പ്രചരണ തന്ത്രം പറയട്ടെ.
സാറിന്റെ പേരും ചിഹ്നം ഉപയോഗിച്ച് നമുക്കൊരു പാരഡി അങ്ങ് ചെയ്യാലോ? കൊള്ളാം, താങ്ക് യു. നല്ല ഫ്രഷ് ഐഡിയ. ആരിവിടെ UP സ്കൂളിനു കമ്പ്യൂട്ടർ കൊടുത്തു? ആരിവിടെ വെയിറ്റിംഗ് ഷെഡിനു ടൈൽസ് വിരിച്ചു? ആരിവിടെ നേത്ര ചികിത്സ ക്യാമ്പു നടത്തി? ഒരു ടേക്ക് പോയാലോ? നന്നായിരിക്കും. ഓക്കെ സാറേ, ആ താളം ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെയാണ്, എന്നാലും ടച്ചൊക്കെ വിട്ടിട്ട് കുറെ കാലമായില്ലേ? അതാ നോക്കാം നോക്കാം. എടുത്തോളൂ. സാറേ, ഒരു കോള് വരുന്നുണ്ട്. കോള് ആരാ? ഉടായിപ്പാ. അയ്യോ, ഉദയൻ PA. ഇപ്പൊ ആരാ? രണ്ടും ഒന്ന് തന്നെ. ആ ഉദയേട്ടാ. കലേഷേ, ഇവിടെ ഒരു ആനയ്ക്ക് മണം പൊട്ടിയിരിക്കുക. അതെ, ഈ അവസരം നമുക്ക് മുതലാക്കണം. എങ്ങനെ? ഈ മതം പൊത്തിയ ആന അവന് പ്രചരണത്തിന് വന്നതാണെന്ന് പറഞ്ഞ് പരത്തണം. ഇതാവുമ്പോൾ 2GB റാമും 64 ബിറ്റ് പ്രോസസ്സറും പിന്നെ 16GB ഇന്റർണൽ മെമ്മറി ഉണ്ട്. 10 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാം, കൂടെ ഫ്രീ ആയിട്ടൊരു സെൽഫി സ്റ്റിക്കും. എവിടം വരെ എത്തി? ആന ഇറങ്ങത് ആ ജിമ്മി നമ്മളെ തന്നെ കെട്ടി വെക്കാൻ നോക്കുക. സാറിന്റെ ചിഹ്നമല്ലേ ചിഹ്നം വിളിക്കുന്നത്? വേഗം ഇങ്ങോട്ട് വാ. സാറേ, ഫയർഫോഴ്സിനെ വിളിച്ചാ പോരെ? നമ്മൾ അങ്ങോട്ട് പോണോ? ഞാൻ പോയേ പറ്റൂ. എടാ, നീ ഒന്ന് വേഗം ചവിട്ടി വിട്ടേ. ആന്ധ്രാപ്രദേശിൽ എവിടെ ഇലക്ഷൻ മാറ്റി വെച്ചത്? സ്ഥാനാർത്ഥിനെ ആന ചവിട്ടി കൊന്നിട്ടാ. നീ വേണ സ്പീഡ് അല്പം കുറച്ചോ. എഞ്ചടി കള്ളി. ഹലോ, താനവിടെ പോലീസ് സ്റ്റേഷനാണോ നടത്തുന്നത് അതോ കാഴ്ച ബംഗ്ലാവോ? സോറി മാഡം, എത്രയും പെട്ടെന്ന് എന്നെ എല്ലാ ആനിമൽസിനെയും ഇവിടുന്ന് മാറ്റുന്നുണ്ട്. സ്റ്റോപ്പ് ഇറ്റ്. അയാൾ അതിന്റെ എല്ലാ പേപ്പറുകളും ലൈസൻസ് സബ്മിറ്റ് ചെയ്തതല്ലേ? ആ ആനിമൽ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്കാരെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. അയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവറ്റകളെ മാറ്റണമെന്നാണല്ലോ കോർട്ട് ഓർഡർ. അവിടെ നിന്ന് അതിനെ കൊണ്ടുപോയിക്കോളാം ഞാൻ പറഞ്ഞു മാഡം. പക്ഷേ അവിടെ കടിക്കല്ലേ, അവിടെ കടിക്കല്ലേ, ചെവി കടിക്കല്ലേ കള്ളി. നോൺസെൻസ്. ഇവളോട് പറഞ്ഞതാ മാഡം. അതിന്റെ ഗാർഡിയനോട് എല്ലാത്തിനും അവിടുന്ന് കൊണ്ടുപോകാൻ പറയണം. അയാൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല മാഡം, അതാ. പിന്നെ ആ നക്ഷത്രാമയെ വിൽക്കാൻ നോക്കിയ ആളെ കോർട്ടിൽ പ്രസന്റ് ചെയ്തോ? ഇല്ല മാഡം, ആ കേസ് തള്ളിപ്പോവും. വൈ? അത് സാധാരണ ആമയായിരുന്നു. അതിനെ പെയിന്റ് അടിച്ച് നക്ഷത്രയാമയാക്കി അറബിക്ക് വിൽക്കാൻ ശ്രമിച്ചതാ. അതാ ഞാൻ പിടിച്ചത്. തനിക്ക് കിട്ടുന്നതൊക്കെ ഇങ്ങനത്തെ കേസാണല്ലോ. ഗോതമ്പ് തീർന്ന ഉണ്ട് സാറേ. അയാളുടെ കയ്യിൽ ഇനിയും കുറെ ജീവികൾ ഉണ്ടെന്നാ കേട്ടത്. സാറേ, ഇതിന് വല്ല ക്യാരറ്റ് മേടിച്ചു കൊടുക്കട്ടാ. വെളുപ്പിന് 5:30 മണിക്ക് എണീറ്റതാ. വെളുപ്പിന് 5:30 മണിക്ക് എണീക്കാൻ നീയാളെ ഗുരുവായൂർ മേൽശാന്തിയാ. ഞാൻ നോണയല്ല സാറേ, ഒരു 5:30-6 മണിയായപ്പോ ഈ കോഴിയെല്ലാം കൂവാൻ തുടങ്ങിയിട്ട് ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല. മുമ്പിൽ 2 കുതിരയൊക്കെ കാണാമോ? ഇല്ല. ആ എന്നാ നിർത്തിക്കേ. പനയോല കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ നീ ഇങ്ങോട്ട് മാറിയേ മാറിയേ. ഇതൊരു പോട്ടെ പോട്ടെ. എങ്ങോട്ടാ? വലത്തോട്ട് ഓടിച്ചെടുക്കണ ഇറക്കാ. ആ സിയുടെ വീട്ടിൽ നിന്ന് ഞാൻ പന വെട്ടിയെന്ന് മൂപ്പര് അറിയരുത് കേട്ടോ. അകത്തും ഒന്ന് കൈവച്ചെന്നേ. ഒന്ന് പോയി ഹെൽപ്പ് ചെയ്ത് കൊറോ. ശരി സാർ. ജനമൈത്രി പോലീസ് ഇപ്പം മൃഗമൈത്രി പോലീസായി. ചേട്ടാ, ഒരു ആനവാല് തരാവോ? എന്തിനാ? പേടി മാറാനാ.
ആ നോക്കട്ടെ. ഏയ് വേണ്ട വേണ്ട വേണ്ട, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ആർക്കും പോലീസിനെ പേടിയില്ലാണ്ടിരിക്കുക. അല്ല, എന്താ തന്റെ പ്ലാൻ? എവിടെയെങ്കിലും പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം. അതിപ്പോ കുറെ എണ്ണത്തിന് ഒഴിവാക്കിക്കൂടെ? പറക്കാൻ പോത്തിനെ മേടിക്കണ പോലെ അല്ലല്ലോ, വളർത്താനല്ലേ. അതിനൊക്കെ താല്പര്യമുള്ള ഒരു വന്നം. പറത്തി വിട്ടാലും ജീവിക്കൂലല്ലേ? എവിടെ? തനിക്കിതല്ലാതെ വേറെ വല്ല ബിസിനസ് ഉണ്ടോ? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എന്തിനാ? ലക്ഷങ്ങൾ വിലയുള്ള ജീവികളല്ലേ കയ്യിലുള്ളത്, അല്ലേ? യേശുവാസിനൊരു പാട്ട് പാടണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? അറിയില്ല. എന്നാലും ചുമ്മാ പറന്നേ. അതിപ്പോ ദാസേട്ടനല്ലേ, എത്ര ലക്ഷം കൊടുത്താലും നഷ്ടമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പാട്ട് തന്നെ യേശുവാസ് വീട്ടിലിരുന്ന് ചുമ്മാ പാടിയ പൈസ കിട്ടുമോ? അതില്ല. ഇതും അതുപോലെ ആവശ്യക്കാരെ ആഗ്രഹത്തോടു കൂടി വരണം. അല്ലെങ്കിൽ ഇതൊക്കെ കയ്യിലിരുന്ന വരവല്ല, ചെലവാ. യേശുവാസിന്റെ കാര്യം ഓർത്ത് താമസിപ്പിക്കണ്ടോ? KG മാർക്കോസില്ലേ, എന്റെ സുഹൃത്താ. വെള്ളയും വെള്ളയിട്ട് നടക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നുണ്ട്, പ്രതിച്ഛായ. ഗീവർഗീസ് വെറും ഒരു പയ്യനല്ല, പുണ്യാളനാ, പുണ്യാളൻ. എന്റെ നിരപരാധിത്വം തെളിയിച്ച ഗീവർഗീസ് പുണ്യാളൻ. കാറിന്റെ സീറ്റിന്റെ അടിയിൽ ഒരു തത്തയെ കിട്ടുമ്പോ താനത് എന്നോട് പറയണ്ടേ? അത് പിന്നെ ചേക്കേറാൻ ഒരു ചില്ലയില്ലാതെ വന്നപ്പോ മുട്ടയിടാൻ കയറിയാണെന്ന് വിചാരിച്ചു. 24 എനിക്ക് രാശിയില്ലാത്ത ഡേറ്റാ. ആ വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് ഇവന്റെ തലയെ കെട്ടിവെച്ച് രക്ഷപ്പെടാമായിരുന്നു. ഒരു 200 കോടി അഴിമതി കാണിക്കേ, എന്നിട്ട് അതെന്താ കെട്ടിയൊക്കെ അതിനൊരു അന്തസ്സുണ്ട്. ഇതേമാതിരി തത്ത കെട്ടാന് അയ്യേ. അവനിപ്പോ ഇവിടെ നിന്ന് താമസിക്കാനാ നമ്മുടെ വീട്ടിൽ സ്ഥലം കൊടുക്കണമെന്നു. ഇവിടെയോ? അയാളോട് കുറച്ച് കാശ് കൊടുക്കാമെന്ന് പറ. കാശും ഭീഷണിയൊക്കെ നമ്മളെ പോലുള്ള മനുഷ്യർക്കല്ലേ. 24 മണിക്കൂർ മൃഗങ്ങളിലൂടെ ജീവിക്കുന്ന അയാൾക്കെന്താ അവറ്റകളെ കൊണ്ട് താമസിക്കാൻ ഒരു സ്ഥലം വേണം. അതിനായി വീട് ചോദിക്കുന്നത്. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും. അതിന് അയാളുടെ കയ്യിൽ നീർക്കോലില്ലല്ലോ. എന്നെ കൊണ്ടൊന്നും. അതെ, തൽക്കാലം ഈ പ്രശ്നത്തിൽ നിന്ന് ഉരണം. എടാ, നീ വിചാരിച്ചയാൾക്ക് വാടകയ്ക്ക് ഒരു വീടെടുത്ത് കൊടുത്തുകൂടെ? അതൊന്നും വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. അത് അയാൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. നമ്മുടെ വീട് കൊടുത്താലോ? ഉദയേട്ടൻ അവിടെ താമസിക്കുന്നതിന് തന്നെ 100 കൂട്ടം പരാതിയാ. ഇവൾക്ക് ഞാനും. നീ എന്തിനാ അവളെ മാത്രം കുറ്റം പറയുന്നത്? എബ്രാഹിമിന്റെ വാക്കും കേട്ട് അയാളെ പെരുവഴിയിലാക്കാൻ നീയും കൂട്ടുന്നതല്ലേ? നാട്ടുകാരൊരു ആവശ്യം പറയുമ്പോൾ ഞാൻ പിന്നെ ഈ നാട്ടുകാർ തന്നെയല്ലേ അന്ന് ആനയ്ക്ക് മതം ഇളകിയപ്പോ നിന്നെ കുറ്റം പറഞ്ഞോണ്ട് ഓടിയത്? അന്ന് അയാളില്ലായിരുന്നേ കാണാമായിരുന്നു. എന്ത് കാണാനാ? മയക്കുവെടി കൊണ്ട ഗൗതമൻ ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. എന്നാ ബോധമുള്ള നിങ്ങൾ കേക്ക്. ഇലക്ഷൻ ഇവനെ തോൽപ്പിക്കാൻ പറ്റിയ ഒരു ഉഗ്രം പണി അയാളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അയാളെ പിണക്കരുത്. 14 വർഷം MLA ആയിരുന്ന ഒരാളിന്റെ ഭാര്യ എന്നുള്ള നിലയിൽ ഞാനൊരു ഐഡിയ പറയാം. ഇനിയിപ്പോ 1 or 2 പട്ടിയോ പൂച്ചയോ ഒക്കെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചാലും ഒരു കുഴപ്പമില്ല. ഇലക്ഷനെങ്ങാനും തോറ്റിട്ട് കയറി വന്നാല് പൊളിറ്റിക്സ് അറിയാത്ത മണ്ടൻ. എടി കള്ളി, സത്യം പറ. ബെറ്റ് ജയിക്കാൻ വേണ്ടി നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ? പറയൂട്ടി. അതൊന്നും പറഞ്ഞ ഉദയേട്ടന് മനസ്സിലാവില്ല. അതെന്തോ ചൈനീസ് ആണോ? അന്നാ ആക്രിക്കാരന്റെ ത്രാസ് മോഷ്ടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞ ഈ പണി നിർത്തിക്കൊള്ളണമെന്നു. പറയടി. കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. കലേഷേട്ടൻ എന്നും കൂട്ടായിട്ട് കലേഷേട്ടന് തിരക്കുകളുണ്ടായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഓമനിക്കാൻ ഒരു കുഞ്ഞില്ലാത്തതിന്റെ വിഷമ. കുഞ്ഞില്ലാത്തതിന്റെ വിഷമം തീർക്കാൻ മതിലയാടുന്ന ഒരു പരിഹാരമല്ല. പെണ്ണിന് കൂട്ടാണ് പഞ്ചവർണ്ണ തത്ത, പഞ്ചവർണ്ണ തത്ത പറന്നേ, തത്ത വന്നിട നെഞ്ചിലിരുന്നേ, നെഞ്ചിൽ നിന്നൊരു പാട്ടുമുണർന്നേ, പാട്ടിലൂടവൾ വാനിലുയർന്നേ. എന്താ സംഭവിച്ചെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. അവിടുത്തെ ജോലിക്കാരി കുടിക്കാൻ വെച്ചിരുന്ന കള്ള ഞാനെടുത്ത് കുടിച്ചത്. പഞ്ചവർണ്ണ തത്ത, പഞ്ചവർണ്ണ തത്ത പറന്നേ, തത്ത വന്നിട നെഞ്ചിലിരുന്നേ, നെഞ്ചിൽ നിന്നൊരു പാട്ടുമുണർന്നേ, പാട്ടിലൂടവൾ വാനിലുയർന്നേ. തുഞ്ചായത്തില് ഊഞ്ഞാലിട്ടവൾ കൊഞ്ചണതെന്താണ്? തുഞ്ചായത്തില് ഊഞ്ഞാലിട്ടവൾ കൊഞ്ചണതെന്താണ്? കൊഞ്ചണതെന്താണ്? പഞ്ചവർണ്ണ തത്ത.
ഗംഭീരം. ഹലോ, എന്തായി? പോയി, എല്ലാ ജീവികളെയും കൊണ്ടുപോയി. ഗുഡ്. ഈ ഡൽഹി യാത്ര നേരത്തെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഡൽഹി ഉണ്ടായിരുന്നു, ഉദയേട്ടനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. 6 മുതൽ 6 വരെ ഹർത്താല്. അതുകൊണ്ടാണ് നിന്നോട് ഇത്തിരി നേരത്തെ വരാൻ പറഞ്ഞത്. പോലീസിനെ ഒന്ന് അറിയിക്കായിരുന്നു. ഹേയ്, ഈ പോക്ക് പോലീസ് അറിയേണ്ട കാര്യമില്ല. സാറിന് വേണ്ടിയല്ല, തിരിച്ചു വരുമ്പോ ഞങ്ങൾക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയാ. അതെ, ആരെങ്കിലും ചോദിച്ചാലേ എന്റെ പേര് പറഞ്ഞാൽ മതി. MLA വണ്ടിയൊക്കെ ആര് തടയാനാ? അല്ല പിന്നെ. മറ്റവന്റെ വണ്ടിയാ, എന്ത് പറഞ്ഞാലും പെടണം. മരണം വരെയും സമരം ചെയ്യും. ഞങ്ങളുടെ ഓമന വിക്രമനെ, വണ്ടി എവിടെ പോകാൻ പറ്റില്ല. MLA വണ്ടിയാ. MLA ആയാലും മന്ത്രി ആയാലും വണ്ടി തിരിച്ചു വിട്ടി. ഒരു വരില്ല കേട്ടോ. ഞങ്ങളുടെ ഓമന വിക്രമനെ, പറയട്ടെ, 2 പേര് തമ്മിലുള്ള വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. അതിന് പൊതുജനത്തെ ഉപദ്രവിക്കരുത്. സാർ രാവിലെ കോട്ടിട്ടോണ്ട് ക്ലാസ് നിൽക്കല്ലേ? നിങ്ങളുടെ പാർട്ടി ഇഷ്ടംപോലെ ഹർത്താൽ നടത്തുന്നതല്ല. അന്നേരം കാർ കൂടി ഞങ്ങൾ വന്നാലാ? അതിനൊക്കെ കാറുണ്ടോ? തർക്കിച്ച് നിൽക്കാൻ സമയമില്ല, എനിക്ക് എയർപോർട്ടിൽ എത്തണം. വേറെ എവിടെയാണെങ്കിലും ഞങ്ങൾ ഇപ്പോൾ വിട്ടേനെ, പക്ഷേ എയർപോർട്ട് അത് ഞങ്ങൾ സമ്മതിക്കില്ല. വിമാനത്തിന്റെ പേരിലാ ഞങ്ങളുടെ വിക്രമൻ ചേട്ടൻ രക്തസാക്ഷിയായി. നിന്നെ വെട്ടും കട്ടായം. എന്തായി? എന്തായാലും സംഗതി കലക്കി. ഇത് ആരുടെ ഐഡിയ? ഇതൊരു ശീലാക്കരുത്, യജമാനോട് പറയണം, ഇല്ലെങ്കിൽ എന്റെ പണി പോകും. പഠിപ്പിച്ച സാറാണ് നോക്കൂല, കണ്ണിട്ട് ഊത്തും ഞാൻ. അമ്മയും കൊണ്ട് ആശുപത്രി പോണോ? കുതിരപ്പുറത്ത് കയറിയിട്ട് സാറിന് പേടിയുണ്ടോ? പേടിയുണ്ടായിരുന്നെങ്കിൽ തന്നെ ഞാൻ വീട്ടിൽ കയറ്റും. ഹർത്താലുകാരി ചമ്മി പോയിട്ടോ? ഞാൻ വന്നത് സാറിന് വലിയ ഉപകാരമായില്ലേ? എല്ലാം കൊണ്ടും. സാറേ, ഈ കാണുന്ന പീഡിയ ആസിഫ് അലി എന്ന് പറഞ്ഞ വലിയൊരു കാശുകാരൻ്റെയാ. യൂസഫ് അലി ആണോ? ഓഹോ, പീഡിയെ കുതിരോട് പറയണോ ഇവരോട് പറയണോ? ഈ ഉദയനെ ചെന്നൂടെ എങ്ങോട്ടാ? ഞങ്ങളുടെ നാട്ടിലൊരു വാൾപ്പയറ്റ് കിടന്നു, അതുകൊണ്ട് ഇന്ന് അവിടെ ഹർത്താലാ, പ്രാദേശിക ഹർത്താല്. കുതിരയൊന്നും ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ സുഹൃത്തെ, സമയങ്ങളെല്ലാം ഫ്ലൈറ്റ് മിസ്സാവും. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഒരു വണ്ടി ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല, നടക്കത്തില്ല, ഒക്കത്തില്ല. സാറേ, നമുക്ക് ഇതിനെ കൊണ്ട് ഡൽഹിക്ക് പോയാലോ? വേണ്ട വേണ്ട. എന്തിനാ കാശ് കൊടുക്കണേ? ഇത് പൊക്കണ്ടേ? വേണ്ടെന്നേ, ഇത് പൊക്കാതെ തന്നെ കുതിര ചാടി കിടക്കും, കാണണോ? വേണ്ടതൊന്നും ചേട്ടാ, ചേട്ടാ ഇത് പിടിച്ചേ, തുറന്നേ. ആദ്യമേ തരാറുന്നല്ലോ. കാലൊടിഞ്ഞ് കിടക്കാനായിട്ട് കണ്ട പൊങ്ങി കണ്ട. കൈക്കൂലി കൊടുക്കണം തെറ്റല്ലേ? വാങ്ങുന്നതാണ് തെറ്റ്. ഞാൻ ആദ്യമായിട്ടാട്ടോ വിമാനത്താവളത്തില്. ഞാൻ കുതിരപ്പുറത്ത് ആദ്യമായിട്ടാ വിമാനത്താവളം. ഈ വിമാനം ഓടിക്കണ പൈൽസിനൊക്കെ നല്ല സുഖല്ലേ? പൈൽസ് അല്ല, പൈലറ്റ്. നിർത്താൻ വേണ്ടിട്ടാട്ടോ. ഇറങ്ങാം. താങ്ക് യു. അപ്പൊ മറ്റന്നാ കാണാം. ഇൻഷാ അല്ലാഹ്. പൂണൂലും കൊന്തയും ഒക്കെ ഉണ്ടല്ലോ. ശരിക്കും താനേ ഏതാ? നമുക്കെല്ലാം ഒന്നല്ലേ സാറേ? അതെ, നമ്മളിപ്പോ ലവ് ടു ആ. അതല്ല, തോറ്റു നിക്കുവാന്ന്. സിക്സ് അടിച്ചിട്ട് എന്നാ
ഞാൻ ഒരു കാര്യം പറയട്ടെ. കരയിൽ ഏറ്റവും വലിയ കണ്ണു കുതിരയ്ക്ക്. ആര് പറഞ്ഞു? അതൊക്കെ എനിക്കറിയാം. എങ്ങാന്നേ ഇനി ഒട്ടകത്തിന്റെ കൂടെ ഒരു സെൽഫി എടുക്കണം. കഴിഞ്ഞ ആഴ്ച ഹസ്ബൻഡ് സിംഹത്തിന്റെ കൂടെയുള്ള സെൽഫി എടുത്താ എനിക്ക് അയച്ചു തന്നത്. അങ്ങനെ ഒന്ന് ഞെട്ടിക്കണം. സിംഹത്തിന്റെ കൂടെ ഫോട്ടോ എടുത്ത പുള്ളിക്കാരൻ പിന്നെ വിളിച്ചാർന്നോ? ഹീസ് അഡ്വഞ്ചറസ്. അത് പുള്ളി. അയ്യോ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അയ്യോ, ചേച്ചിയെ ഷട്ടിൽ നിർത്തരോ? നിനക്ക് വെള്ളം വേണോ? വേണ്ട. കിട്ടിയോ? ഒരു വിശ്വാസക്കുറവുണ്ടല്ലേ? അങ്ങനെ പച്ചക്കുതിര വന്നാൽ കാശും വരുമെന്ന് പറഞ്ഞിട്ട് യജമാനൻ ഒരു പച്ചക്കുതിര എടുത്ത് പോക്കറ്റിലിട്ട് എന്നിട്ട് ആകെ ഉണ്ടായിരുന്ന 100 നോട്ട് ആ പച്ചക്കുതിര തിന്നിട്ട് പോയി. സാറേ, കാലെടുത്ത് നിലത്തേക്കിടറാ. സാറേ, മൊബൈല് മോട്ടിക്കണത് കുറ്റാണോ? പിന്നല്ലാതെ. ആ, വെള്ളം കൊണ്ട് പായസമാണല്ലോ. ഇന്നെന്താ പായസം? ഇന്നെന്റെ പിറന്നാളാ. അത് കലക്കിലോ. ഇത് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? ഇവന്റെ പിറന്നാൾ വരുമ്പോ ആഘോഷിക്കാം. എന്റെ പിറന്നാള് ഞാനൊന്ന് ഓർക്കും. അമ്പലം വരെ ഒന്ന് പോകും, അത്ര തന്നെ. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാ. മക്കളുടെ പിറന്നാൾ അമ്മമാര് ഓർത്തു വെക്കും. അമ്മമാരുടെ പിറന്നാള് പല മക്കളും ഓർക്കാറില്ല. വലിയ വാചകോടിക്കാരനൊക്കെ ആണല്ലോ. എന്നാ പറ, തന്റെ അമ്മയുടെ പിറന്നാളെന്നാ? എന്നാ പിന്നെ ഒരു കാര്യം പറയട്ടെ, എന്റെ അമ്മ ആരാന്നൂല എനിക്ക് അറിഞ്ഞൂടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി മതി. അതിവനെ ആകെ കൂടി അറിയാവുന്ന ഇംഗ്ലീഷ് പാട്ടാ. എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ എവിടെ ചെന്നാലും അവിടെ ഒരു ഭാഗ്യം ഉണ്ടാവും. ഇതിപ്പോ ഇരട്ടി സന്തോഷായില്ലേ? എന്തായി? അമ്മയെ അവളും കൂടെ ഹോസ്പിറ്റലിൽ പോയിരിക്കുക, കൺഫേം ചെയ്യാൻ. സാറ് പോയില്ലേ? അമ്മയ്ക്ക് ഇതൊരു തവണ കഴിഞ്ഞതാ. എനിക്കങ്ങനെയല്ലല്ലോ. അതിന്റെ ഒരു ചെറിയ ടെൻഷനുണ്ട്. എന്തായി? കൺഫേം ചിക്കൻ ബോക്സ് തന്നെ. ഇനി പുളിയുള്ളതൊന്നും തിന്നരുത്. ഞാൻ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ഒരു തവണ വന്നാ, അതുകൊണ്ട് കുഴപ്പമില്ല. നന്നായി. ഇനി ഇവളുടെ സെൽഫി എടുപ്പ് ഇത്തിരി കുറയുമല്ലോ. എന്നാ പിന്നെ അങ്ങോട്ട് മാറിന്നേ. പകർന്നാ പിന്നെ പ്രചരണമാന്ന് പറഞ്ഞ് ഷെയ്ക്കാൻ്റെ പോലും കൊടുക്കാൻ പറ്റത്തില്ല. ഹായ്, ചിക്കൻ ബോക്സ് അടിപൊളി. തമിഴ്നാട്ടിലേക്ക് തോന്നുന്നു കഴിഞ്ഞിട്ടല്ല, അമ്മോളേട്ടെന്ന് പറയും. ഇത് വന്നാൽ ഭയങ്കര ഐശ്വര്യമായിരിക്കുള്ളൂ.